ബഹിരാകാശത്തെ നിർണായകമായ ഡോക്കിംഗ് പരീക്ഷണം ഉടൻ സ്പെയ്ഡെക്സ്, അതായത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബഹിരാകാശത്തെ രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം ഇപ്പോൾ 3 മീറ്റർ മാത്രമായി കുറഞ്ഞിരുന്നു. നേരത്തെ 105 മീറ്റർ വരെ അടുത്തെത്തിയ വേളയിൽ സ്പെയ്ഡെക്സ് 1-2 ഉപഗ്രഹങ്ങൾ പരസ്പരം ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ഒരർത്ഥത്തിൽ രോഹിണി, ഇതൊരു ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച, അല്ല, ആവേശം കൊള്ളുന്ന, കോരിത്തെരിപ്പിക്കുന്ന കാഴ്ച. ഇവിടെ ഇരുന്നു കൊണ്ട് ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ വെച്ച് ഇങ്ങനെ അമ്മാനമാടുകയാണ് അല്ലേ ഭാരതത്തിലെ ISROയിലെ ശാസ്ത്രജ്ഞർ. ഒട്ടനവധി വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം ഐസൻ ജോസ് പറഞ്ഞിരുന്നു. അതായത് യന്ത്രക്കൈ പ്രവർത്തിപ്പിച്ചു, അവിടെ വിത്ത് വിട്ടു, അത് മുളച്ചു വരുന്ന കാഴ്ച. ഇപ്പോഴിത് 2 ഉപഗ്രഹങ്ങളെ തമ്മിൽ ഇങ്ങനെ അടുപ്പിക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് അവയെ അകറ്റുന്നു, വീണ്ടും അടുപ്പിക്കാൻ ഒരുങ്ങുന്നു. ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ ജോസ്, നിർണായക നിമിഷങ്ങൾ, ആവേശത്തിൻ്റെ നിമിഷങ്ങൾ, അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തൊട്ടടുത്ത് അല്ലേ? തീർച്ചയായും പ്രദീപ്, അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ 3 മീറ്റർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു സാങ്കേതികമായ ഒരു പ്രത്യേകത കൂടിയാണ്. നമുക്കറിയാം നേരത്തെ, അതായത് ഈ 2 സാറ്റലൈറ്റുകൾ തമ്മിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പേഡെക്സ് പരീക്ഷണത്തിൽ സ്പേഡെക്സ് 1, സ്പേഡെക്സ് 2 എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഈ 2 ഉപഗ്രഹങ്ങളും ഒരുപോലുള്ള ഉപഗ്രഹങ്ങളാണ്, ഒരേ രീതിയിലുള്ള സമാനമായ ഉപഗ്രഹങ്ങൾ തന്നെയാണ്. എങ്കിലും ഒന്ന് ടാർഗറ്റും, അതായത് ഒന്നൊരു ടാർഗറ്റായും ഒന്നൊരു അതിനെ പിന്തുടരുന്ന ചേസറുമായുമാണ് പ്രവർത്തിക്കുക. ഈ ഡോക്കിംഗ് പരീക്ഷണ വേളയിൽ ചേസറായി പ്രവർത്തിക്കുന്ന ഈ രണ്ടാമത്തെ ഉപഗ്രഹം ആദ്യത്തെ ഉപഗ്രഹത്തിൽ, മാതൃപേടകത്തിൽ ചെന്ന് ചേരുന്ന ആ ഒരു സംവിധാനത്തെയാണ് ഡോക്കിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഡോക്കിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഡോക്കിങ്ങിന് മുന്നോടിയായി 3 മീറ്റർ അകലത്തിലെത്തുമ്പോൾ ഈ 2 സാറ്റലൈറ്റുകളും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷനുകൾ നടക്കും. അതായത് ചില ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ചില ഡാറ്റ ട്രാൻസ്ഫറുകളും എല്ലാം തന്നെ അതിന്റെ അകത്തു നിന്നുള്ള സിഗ്നലുകൾ പരസ്പരം പിടിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ ഏറ്റവും ചുരുങ്ങിയത് 3 മീറ്റർ അകലത്തേക്ക് 2 സാറ്റലൈറ്റുകളും എത്തേണ്ടതുണ്ട്. അത്തരത്തിൽ 3 മീറ്റർ അകലത്തിലെത്തി ഈ സാറ്റലൈറ്റുകൾ തമ്മിലുള്ള ഈ 2 സ്പേഡെക്സ് 1, 2 എന്ന് പറയുന്ന 2 ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ആശയ സംവേദനം നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം കൂടി ISROയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ 2 തവണ മാറ്റിവെച്ച ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തുന്നതിനെ മണിക്കൂറുകൾ മാത്രമെന്ന് തെളിയിക്കുന്ന നീക്കങ്ങളാണ്, അല്ലെങ്കിൽ സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഈ 3 മീറ്റർ അകലം കൈവരിച്ചതിന് ശേഷം, അതായത് സ്പേഡെക്സ് 1ഉം സ്പേഡെക്സ് 2ഉം, ടാർഗറ്റ് അതുപോലെ ചേസർ എന്നീ പറയുന്ന ഉപഗ്രഹങ്ങൾ 3 മീറ്റർ അടുത്ത് വന്ന് അതുപോലെ തന്നെ കൃത്യമായി വീണ്ടും ആ അകലം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ISRO ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പിന്നോട്ട് പോയി സഞ്ചരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടക്കുക, ഇനിയാണ് ഡോക്കിംഗ് യാഥാർത്ഥ്യമാവുക, പ്രാക്ടിക്കൽ ഡോക്കിംഗ് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഡോക്കിംഗ് നടക്കുന്നതിന് മുന്നോടിയായി ഇതുവരെ നടന്ന സംഭവങ്ങൾ, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് 105 മീറ്ററും അതുപോലെ തന്നെ 15 മീറ്ററിലേക്കും എല്ലാം തന്നെ പെട്ടെന്ന് ചുരുക്കിയതിന് ശേഷം ഏറ്റവും അടുത്ത സാറ്റലൈറ്റുകൾ എത്തിച്ച് ഈ ഡാറ്റകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമമായ ഡോക്കിംഗ് സമയം തീരുമാനിക്കുക. ഈ അന്തിമമായ ഡോക്കിംഗ് സമയം തീരുമാനിക്കുന്നതിനുള്ള പരിശോധനകൾക്ക് മുന്നോടിയായാണ് ഈ 2 സാറ്റലൈറ്റുകളും വീണ്ടും സുരക്ഷിത അകലത്തിലേക്ക് മാറ്റിയത്. നമുക്കറിയാവുന്നതാണ്, ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ വേഗം കൂടുകയാണെങ്കിൽ അത് കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 3 മീറ്റർ അടുത്തെത്തിയ 2 ഉപഗ്രഹങ്ങളെയും വീണ്ടും പഴയ പോലെ ഒരു കൃത്യമായ അകലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ 470 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് 2 ഉപഗ്രഹങ്ങളും. വൈകാതെ തന്നെ ഈ ഡോക്കിംഗ് പരീക്ഷണം സാധ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുക. നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു, ഈ ഡോക്കിംഗ് പരീക്ഷണത്തിന് മുന്നോടിയായി ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഒരു മുന്നോട്ട് പോയ എഞ്ചിൻ ത്രസ്റ്റ് കൂടുതലുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ഭാഗമായാണ് ഈ ഇത്തരത്തിലുള്ള ഡോക്കിംഗ് 9-ാം തീയതി നിശ്ചയിച്ചിരുന്ന ഡോക്കിംഗ് മാറ്റിവെക്കേണ്ടി വന്നത്. വീണ്ടും സുരക്ഷിതമായ ഡോക്കിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഈ ഡോക്കിംഗ് പരീക്ഷണം പൂർണ്ണമാകുന്നതോടുകൂടി, അത് വിജയിക്കുന്നതോടുകൂടി ഭാരതം പോകുന്നത് വലിയൊരു നേട്ടത്തിലേക്കാണ്. നമുക്കറിയാം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതായത് ഭാരതത്തിന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഗഗനചാരികൾ, ഇവരെല്ലാവരും തന്നെ ഈ ദൗത്യങ്ങളിലെല്ലാം തന്നെ ഏറെ നിർണായകമാണ്. നമുക്കറിയാം, സ്പേസ് ക്യാപ്സ്യൂൾ ഇത്തരത്തിലുള്ള ബഹിരാകാശ നിലയങ്ങളിൽ ഘടിപ്പിക്കുന്നത് ഈ ഡോക്കിംഗ് സംവിധാനത്തിന്റെ സമാനമായ രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഘടകങ്ങളെല്ലാം തന്നെ പല ഘടകങ്ങളായി പലയിടങ്ങളിൽ നിന്നാണ് ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്യുക. ഇവയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ആ ഒരു ദൗത്യത്തിലും ഏറെ പ്രാധാന്യമുണ്ട്. ഈ പരീക്ഷണത്തിന് നിർണായകവും ഏറ്റവും പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും വലിയ എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളതുമായ ഒരു പരീക്ഷണമാണ് ഇന്ത്യൻ ടെലിമെട്രി. അതായത് കാലങ്ങളായി ഭാരതത്തിന്റെ
ഭാരതത്തിന്റെ ആ ടെലിമെട്രി സിസ്റ്റത്തിന്റെ, ഭാരതം ആർജിച്ച ടെലിമെട്രി കേപ്പബിലിറ്റികളുടെ എല്ലാം തന്നെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാണ് ഇന്ന് 3 മീറ്റർ അടുത്തേക്ക് ഈ സാറ്റലൈറ്റുകൾ എത്തിക്കാൻ സാധിച്ചു എന്നത് ഒരു വസ്തുത തന്നെയായി നിലനിൽക്കുകയാണ്. ആ ടെലിമെട്രി നേട്ടങ്ങൾ ഭാരതത്തിന്റെ ഭൂമിയിൽ നിന്നും വിദൂര നിയന്ത്രിതമായി ഇത്തരം സാറ്റലൈറ്റുകളെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ആർജിച്ചതിന്റെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാണ് ഈ 3 മീറ്റർ അടുത്തേക്ക് 2 സാറ്റലൈറ്റുകളും എത്തിക്കാൻ സാധിച്ചത്. പ്രദീപ്. ശരി, ഐസൻ, എല്ലാ അർത്ഥത്തിലും നെഞ്ചിടിപ്പ് ഉണർത്തുന്ന, ഒരർത്ഥത്തിൽ ആവേശം, ആശ, അഭിമാനം, ഒരു ടെൻഷൻ, ഇത് വിജയിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമുക്ക് നോക്കും. എന്തായാലും ഭാരതം ഒന്നായി, ഭാരതീയർ ഒന്നായി പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ്. മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക് കൂടി ഭാരതത്തെ കൊണ്ടെത്തിക്കുകയാണ് ISRO.